ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി പോകാണ്ട്. നമുക്ക് എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയണ പോലെ ഇപ്പച്ചിൻ്റെ വണ്ടി തട്ടിയിട്ട് കുറച്ചായി. ഒരു 4-5 മാസം എന്ന് തട്ടിയേ ഓർമ്മ ഉണ്ടോ? കുറേ ആയില്ലേ? ഒരു മാർച്ച് അപ്പം വണ്ടി തട്ടിയിട്ട് കുറേ. അപ്പോൾ നമ്മൾ വണ്ടി പണിക്ക് കൊടുത്തിരുന്നു. അപ്പോൾ ഒരു വണ്ടി തട്ടി കഴിഞ്ഞാൽ എത്രത്തോളം ടൈമാണ് നമുക്ക് ലോസ് ആവണം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഒരു നല്ല രീതിയിലൊരു വണ്ടി കൊളാപ്സ് ആയി കഴിഞ്ഞാൽ അത് ശരിയാക്കി എടുക്കാൻ എത്രത്തോളം ടൈം വരും എന്നുള്ളതാണ് നമ്മളൊന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഇക്കുണ്ട്, ഇപ്പച്ചിയുണ്ട്, ഇമ്മച്ചിയുണ്ട്, ഈച്ചുണ്ട്, അഫിയുണ്ട്. അഫി വരുന്നില്ലല്ല? ഇല്ല. അപ്പം ഇത് ഈച്ചുവിൻ്റെ വാച്ചാണ്. അപ്പോൾ ഞാൻ പിടിച്ച് കെട്ടി. നല്ല വാച്ച്. ഈച്ചു കുറേ ദിവസമായിട്ട് ഉപയോഗിക്കുന്നുണ്ടായില്ല. എനിക്ക് ഈ വാച്ച് ഇഷ്ടപ്പെട്ട്. പക്ഷേ എൻ്റെ കൈ കുറച്ചുകൂടി വലുപ്പമുണ്ട്. കുറച്ചുകൂടി വലിയ ഡയൽ വേണമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ടൊർണാഡോൻ്റെ വാച്ചാട്ടോ. അത് വൈൽഡിലോപ്പർ നമുക്ക് സെറ്റാക്കി തന്നാണ്. സൂപ്പർ വാച്ചാണ്. നല്ല സൂപ്പർ, കാണാൻ കിടലൻ ലുക്കുള്ള വാച്ച്. അത് ഇഷ്ടപ്പെട്ടാ? അതാ ഞാൻ ഇതിനെ അത് കൊടുക്കുന്നത്. അപ്പം എന്തിനാ വേറെ എടുക്കാൻ പോയത്? രസമല്ലേ? അപ്പോൾ പാത്തുവിനൊരു പെർഫ്യൂം കൊടുത്തിട്ടേ ഞാൻ. അപ്പോൾ പാത്തുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എന്നേനു എൻ്റെ ബർത്ത്ഡേൻ്റെ തലേന്ന്. അപ്പോൾ സെപ്റ്റംബർ 11 പാത്തുവിൻ്റെ ബർത്ത്ഡേ, സെപ്റ്റംബർ 12 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം എൻ്റെ ബർത്ത്ഡേക്ക് പാത്തുവിന് എനിക്കൊരു ഗിഫ്റ്റ് തന്നു. അപ്പോൾ പാത്തുവിൻ്റെ ബർത്ത്ഡേക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തു. അങ്ങനെ ഗിഫ്റ്റുകൾ തമ്മിലൊരു കൂട്ടിമുട്ടലാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ പാത്തു തൻ്റെ ബഹുമാനപ്പെട്ട രഥം, പാത്തുവിൻ്റെ പുതിയ വണ്ടിയാണിത്. ഈ വണ്ടിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുവരവ് കേട്ടോ. ഫുള്ള് എല്ലാ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ബ്രൈഡ്സിനെയും മേക്കപ്പ് ഇടുക എന്ന ലക്ഷ്യമായി പാത്തു യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് എവിടെയാണ് വർക്ക്? പാലുണ്ടല്ലേ. ഇനി എവിടെയാണ് വർക്ക്? ഇനി വർക്കുള്ളത് നാട്ടില്, പിന്നെ ബാംഗ്ലൂര്, ഇന്റർനാഷണൽ. പിന്നെ അങ്ങനെ എടുക്കല് വർക്ക്. പാത്തു വർക്ക് എടുക്കൽ എങ്ങനെയാ വെച്ചാൽ, ഒന്ന് കാസർഗോഡ് എടുത്താൽ പിറ്റേ ദിവസം രാത്രി കാസർഗോഡ് എടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് ഏർലി മോർണിംഗ് സെഷനിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് വർക്ക് എടുക്കും. അങ്ങനെ എന്നിട്ട് ഇതിന് തലേ ദിവസം തലേമന്ത് പോയി ആണോ? ഫ്ലൈറ്റിന് പോകണം, അല്ലാണ്ട് എങ്ങനെ പോകണം? ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രം ഫ്ലൈറ്റ് എടുത്തോണ്ടിട്ടോ. ഇല്ല, വേറെ ഓപ്ഷൻ എത്താൻ പറ്റിയ ഓപ്ഷൻ. അപ്പൊ സമ്മാനധാരി വന്നിരിക്കുന്നു. വീട്ടിലെ സമ്മാനങ്ങൾ എണ്ണിപ്പൊറുക്കി വ്ളോഗിൽ കാണിക്കുന്ന നമ്മുടെ സ്വന്തം മെമ്പർഷിപ്പ് ഇവിടെ കടന്നിരിക്കുകയാണ്. പെയിന്റ് ഒന്നല്ല, ഇത് പ്രിന്റ് അല്ലേ. ഇത് നമുക്കൊരു ടീം അയച്ചു തന്നോ. ഓലെ പേരെന്താ? എന്താ വായിക്ക? പക്ഷെ നിങ്ങള് പ്ലേറ്റില് ഭംഗി അതിന്റെ ആ ഒരു ഇത് പറയൂ. ഇതിന്റെ അഭിപ്രായം പറയൂ. ഇതൊരു ഇതൊക്കെ എന്ത് വിളമ്പാനെടുക്കും? ഇതിൽ നമുക്ക് എന്താ വെച്ചാൽ, ഇതില് സോസ് ഇങ്ങനെ പരത്തിയിട്ട് സ്പൂൺ കൊണ്ടൊരു വലിയുണ്ട്. അപ്പൊ ഇങ്ങനെ സോസ് ഇങ്ങനെ വലിഞ്ഞിക്കും. പിന്നെ ബീട്രൂട്ടിന്റെ അച്ചാർ ഇങ്ങനെ ആക്കിയിട്ട് സ്പൂൺ കൊണ്ടൊരു വലിയുണ്ട്. അപ്പൊ സ്പൂൺ കൊണ്ട് അച്ചാർ ഇങ്ങനെ വലിഞ്ഞിക്കും. എന്നിട്ട് കുറച്ച് കോണ്, പിന്നെ കുറച്ച് ക്യാരറ്റ്, എന്നിട്ടൊരു സ്റ്റീക്കൊക്കെ വിളമ്പി തിന്നാൻ പറ്റിയ അതാണ് ആ ഒരു ലെവൽ സാധനം. വീഡിയോ കണ്ടിട്ട് പറയുന്നത് ഭാഗ്യം പാത്തു ഇന്നലെ ട്രോളാൻ പറ്റിയൊന്നും കിട്ടിയില്ല. എന്താ ഞാൻ ആ വൈക്കൊന്നും അതന്നെ. പാത്തു ഇന്നലെ ഒന്നും ആരും പാത്തുനൊന്നും ചെയ്തിട്ടില്ല വീഡിയോ. കാരണം ഭാഗ്യത്തിന് വീഡിയോ നടക്കുമ്പോ പാത്തു പണിയാണ്. ഇതെന്ത് മെറ്റീരിയലാണ്? ഇതൊരു തുർക്കിഷ് സെറാമിക്. നല്ല സാധനം. തുർക്കിയിലൊക്കെ ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ അങ്ങനത്തെ സൽമാൻ വലിയ നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം പരിചയപ്പെടാൻ പറ്റിയില്ലേ. താങ്ക് യു. അപ്പൊ ഈ ടീമിന് താങ്ക്സ് കേട്ടോ. അപ്പൊ പാത്തു ഇവിടെ പറയുകയാണ്, പാത്തുവിന് കുറച്ച് ഞാൻ ഇവിടെ വെച്ച് പാത്തു വരും നിന്റെ ചെമ്പും ചട്ടിയൊക്കെ കരിഞ്ഞു ഒഴിവാണ്ടേ. അല്ല ഞോള് ഇങ്ങനെ വരുമ്പോ ഓളെ വണ്ടിയിൽ ഞാൻ കുറച്ച് പാത്രം ഇടും. നമ്മള് കക്കാടംപൊയില് പോവാ, റിസോർട്ടിൽ പോവാ, എല്ലാരും കൂടി ചെക്കന്മാരെല്ലാരും കൂടി എൻജോയ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. അപ്പോഴാണ് പാത്തുവിന് നാളെ ഒരു അർജന്റ് ഫംഗ്ഷൻ, നാളെ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. ഒഴിവാക്കാൻ പറ്റാത്തൊരു ഫംഗ്ഷനും പരിപാടി ഉള്ളതുകൊണ്ട് പോകേണ്ട ആവശ്യം വന്നിരിക്കുകയാണ്. അപ്പൊ കാണാം. ഈശുവാ വണ്ടിയിരി. ആരാ ഓട്ടണേ? ഇത് ഐക്കോസ്. പിന്നെ
ആ വെള്ളം നിറച്ചളാണെങ്കിൽ എനിക്ക് അങ്ങനെ സ്മെല്ല് പറ്റില്ല. ഇതെനിക്ക് അറിയാൻ എനിക്ക് പറ്റുന്നു. അതാണ് ഇതന്നെ കൊടുക്കുന്നത്. അവിടെ ഒരു 10-200 പെർഫ്യൂംസ് ഉണ്ട്. അതിൽ എനിക്ക് ഉറപ്പായി എനിക്ക് ഇതന്നെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇതാണ് കൊടുക്കുന്നു. ആ വെള്ളം നിറച്ചളാണെങ്കിൽ ബൈ. ഇനി വരിട്ടാ, ഇനി ഒരു ദിവസം ചില്ലാക്കാൻ വരി. അപ്പൊ വിചാരിക്കും ഇന്നലെയൊക്കെ എന്താ ആക്കിയത്. ഇതെന്താ മുട്ടായിയാ? ഒക്കെ പാടെ കൊടുക്കാനല്ല, അതിന് എണ്ണി പൊറുക്കി കൊടുക്കാനാണ്. പീനട്ട് ബട്ടർ ചോക്ലേറ്റ് വേണ്ടി അതാണ് നല്ലത്. ചിലർക്ക് പറ്റൂല. അത് കൊടുത്തോ കഴിച്ചോട്ടോ. കോഴിക്കോട് എത്തണ്ടല്ലേ? വിശക്കും. ഒന്നുകൂടി എടുത്തോ. ഓള് മേലുണ്ടായി കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കണേ. വർക്ക് സെറ്റ് ആയില്ലേ? ഇൻഷാല്ലാ അടുക്കരി ഇൻഷില്ലാക്ക. ഓക്കെ ബൈ ബൈ. അപ്പൊ ഗായ്സ് ഇന്റെ ഒന്നും എടുക്കാല്ല, അതിലടിച്ചോളി. എനിക്കെന്റെ മൈക്കും സാധനങ്ങളുള്ളൂ. സോ ഹോം വാക്ക് അറൗണ്ട്. കുറച്ച് കാലത്തിന് ശേഷം വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സത്യം എന്താ വെച്ചാൽ പുല്ലും കാടൊക്കെ വളർന്നു. കാട് വെട്ടാൻ ആളെ ഏൽപ്പിക്കണം എന്ന് തോന്നുന്നു. പക്ഷെ ഒരു പച്ചപ്പായില്ലേ അമ്മ? വീട് മൊത്തേ അടിക്കുവാ. ചെരുപ്പിട്ടില്ല. അപ്പം ഫുള്ളൊരു പച്ചപ്പ് പിടിച്ചു. വെട്ടേണ്ട ആവശ്യമില്ല. ഈ പച്ചപ്പ് കീപ്പ് ചെയ്യാന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വർഷത്തെ മഴക്കാലമാണ് മഴക്കാലം കേട്ടോ. ഇതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിലമ്പൂര് മഴ തുടങ്ങുന്നത് മെയ് 18. മെയ് 18 തുടങ്ങിയ മഴയാണ്. അതായത് ജൂണിന് മുമ്പ് ഒരു മാസം മുമ്പ് മഴ വന്ന് മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. ഇന്നലെ ഇവിടെ മഴ ഉണ്ട് നമ്മുടെ നാട്ടിലിട്ട്. അപ്പം ഇന്നുണ്ടോ? അപ്പം ഏതൊക്കെ നാട്ടിൽ മഴ ഉണ്ട് എന്നുള്ളത് നിങ്ങളെല്ലാവരും കമന്റ് ചെയ്യട്ടോ. കാണിച്ചു കൊടുക്കാം. ബാ ഒരു ചെരുപ്പിട്ടില്ല. ആ ചെരുപ്പിട്ടില്ല അല്ലെ? ആ ഷൂട്ടുള്ള അപ്പച്ചിന്റെ ക്യാമറ ആംഗിൾ അങ്ങനെ പോണം കേട്ടോ. ചെരുപ്പിന് മുമ്പ് എങ്ങനെയാ പോണേ? ആ എന്തായി? ഈ വാച്ച് കുറച്ച് കുഞ്ഞാപ്പൂ ലുക്ക് ഉണ്ടാ? ഒരു റെഡ് ആയിട്ട് ഇല്ലല്ലേ? ഞാൻ അങ്ങനത്തെ കളർഫുൾ കെട്ടല്ല, ഫുൾ ബ്ലാക്കും വൈറ്റും ഇതേപോലത്തെ ഇടല്. ഇതെന്തൊക്കെയാണ് നമ്മൾ കൃഷി ചെയ്തിരിക്കണത്? തക്കാളി ഉണ്ടല്ലോ. ആനക്കൊമ്പനാ ഇതോ? വെണ്ടക്കതാ. അപ്പൊ വെണ്ടക്ക ഉണ്ട്, ഇത് മറ്റേതല്ലേ? പൊന്നാമ ആണ്. പൊന്നാമയാണിത്. പിന്നെന്താ? പൊന്നാമ ഡിഫറെന്റ് കളറിലുണ്ടല്ലോ. അപ്പൊ പൊന്നാമനെ ഓർമ്മയിലുണ്ടെങ്കിൽ പറയാട്ടോ. പൊന്നാമ നമ്മളെ ചെറിയ കാലത്ത് ഞാൻ കുറെ കുപ്പിയിലിട്ട ചീനി, കുറെ മരിച്ചുപോയി. വെറുതെ പൊന്നാമനെ കാണുമ്പോൾ ഡിസ്കാക്കിയാണ്ട് പെട്ടിയിലിട്ടേക്കും. തക്കാളി റെഡി ആണല്ലോ. മേലെ എനിക്ക് ഓർമ്മ ഉണ്ട്, നമ്മളൊരു കാലത്ത് തക്കാളി വിറ്റിയത്. ഹലോ ആ ബാ. ആ 24, 25, 26 പറഞ്ഞാണ് ഷൂട്ട് ഉണ്ടെന്ന്. 24, 25, 26. ആ അപ്പോൾ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ജിമ്മി വരുന്നുണ്ട് കേട്ടോ. ഇൻ്റെ അതേപോലത്തെ ഡ്രസ്സ് ഇട്ടിരിക്കണേ. വെള്ളയും, ഞാൻ വെള്ളയും ബ്ലാക്കും, ജിമ്മി വെള്ളയും ബ്ലൂവും. എന്തോ ചിന്തിച്ചു വരാം കേട്ടോ. കയറ്. നീ അവരെ പറഞ്ഞ് മനസ്സിലാക്ക്, ഞാൻ വക്കീലുമായി വരാം. ഞാൻ ഓഫായി. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ മലപ്പുറത്ത് എത്തിയപ്പം ഒരു മെയിൻ സംശയമുള്ള എന്താ വെച്ചാൽ, ആൾക്കാർ ആണ് ഇതിന് ഉത്തരം പറയേണ്ടത് കേട്ടോ. ഈ ടീഷർട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ ഒരു മുൻചായ ഈ ടീഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടീഷർട്ടാണ്. ഞാൻ വർഷങ്ങളായിട്ട്, ഇപ്പോൾ 2 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇടുന്ന ടീഷർട്ടാണ്. ചിലപ്പോൾ തിരുമ്പാതെ തന്നെ 2 വട്ടമൊക്കെ ഇടും. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ടീഷർട്ടുകൾ അങ്ങനെയാണ്. അപ്പോൾ ഇതിനിവിടെ ഒരു കറുണ്ട്, പിന്നെ പുറത്തും ഒരു കറുണ്ട്. കറ നല്ലതാണല്ലോ, ഉജാലിൻ്റെ പരിസരത്ത് പറഞ്ഞാൽ. അപ്പം ഈ കറ കണ്ട ബീച്ച് പറഞ്ഞ് ഇങ്ങനത്തെ ഒരു സാധനം ഇട്ടിട്ടാണോ പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ എനിക്ക് ഈ കറ ഉണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി കുഴപ്പമില്ല ഈ കറ ഉള്ളതിന്.
അത് പറഞ്ഞ ഇട്ടതാണിത്. ഇത് കേട്ടോ, ഇതിലിപ്പോ കറിയൊന്നുമില്ല. വേറെ കീറല് വന്നാണ് കുപ്പായം മറിച്ചിട്ട മാതിരി ഉണ്ടല്ലേ ഇതൊക്കെ ഫുള്ള് കീറിപ്പൊളിഞ്ഞ രണ്ടാള് കീറിപ്പൊളിഞ്ഞ കുപ്പായിട്ടൊക്കെണ്ടാ. കീറിപ്പറിഞ്ഞ കുപ്പായിട്ടോല് കറല്ലോലെ കളിയാക്കാം. ഉറുമ്പ് ഇതാക്കണേ. പണ്ട് ഉറുമ്പ് കീറിയാണ്ടാണ് ഓട്ടേവല്. ഉറുമ്പിനൊക്കെ എന്താ വില? ഉറുമ്പിനെന്താ വില? ഉറുമ്പിനൊന്നുമില്ല. ആൾക്കാര് പറയാ ആരടുത്താണ് ശരി, ഈ കറുള്ള ടീഷർട്ട് കറുള്ള നമുക്ക് ഇട്ടൂടെ? നമ്മളിഷ്ടല്ലേ? ആൾക്കാരെന്ത് ചോദിച്ചാ അതാ ഞാൻ ചിന്തിക്കണത്. ഈ ടീഷർട്ട് എനിക്കിഷ്ടമാണ്, അപ്പൊ ഞാനിത് ഇട്ടു. ഇതിപ്പോ എനിക്കിഷ്ടല്ലേ, അപ്പൊ ഇത് ഇട്ടു. പക്ഷെ ഇങ്ങനത്തെ ഇട്ടാണ്ട് ജിന്നെ കളിയാക്കാൻ നിൽക്കരുത്. കീറി ടീഷർട്ട് ഇട്ടാണ്ട് കറുള്ള ടീഷർട്ടുള്ള കളിയാക്കാം. അപ്പൊ എന്തായാലും നമ്മള് കാലത്തിലൊക്കെ സഞ്ചരിക്കണം. വിങ്സ് തീറ്റ തുടക്കം കുറിച്ചിരിക്കണം. ഇനി വിങ്സ് തീറ്റ എങ്ങനെയാന്ന് വെച്ചാല് ഒരു ബ്രോസ്റ്റ് തിന്നണ പൈസ ഒക്കെ എന്ത് ചെയ്യും, ഒരു 10 വിങ്സ് തിന്നാനാണ് ഇപ്പൊ എല്ലാവരും ഒരുങ്ങണത്. ഇക്കും എന്താണ് എടുത്തത്? സ്വീറ്റ് ബോയ് തന്നെ, ക്യൂട്ട് ബോയ് ആവാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു? കായ്പോളം എടുത്തു. ഒന്ന് തന്നു. ഒന്ന് ഓനാ തിന്നത്. ക്യൂട്ട് ബോയ് ആവാൻ കായ്പോളം വാങ്ങി തന്നു മസാല വതക്കാൻ. ഞാൻ ഒരു വടി തിന്നു. പിന്നെ ഒരു ബർഗർ, അത് മിനി ബർഗർ, പിന്നെ ഒരു വിങ്സ്. എനിക്കുള്ള ഞാൻ മോമോസ് പറഞ്ഞു. അത് കാണിച്ചു, അത് കാണിച്ചു. ടാറ്റടിക്കും. അപ്പൊ സുഹൃത്തുക്കളെ, നമുക്ക് ഇവിടെ ഈ മലപ്പുറത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറെ കുട്ടികളെ കിട്ടിയിട്ടുണ്ടാ. ചാടിച്ചപ്പോ അതിന് ഫുള്ളി ചില്ലിൻ്റെ ഉള്ളിൽ കൂടെ ഹായ് ഹൂ എന്നൊക്കെ പറഞ്ഞ് എല്ലാം പാഞ്ഞ് തട്ടിയെടുത്തിട്ടാ. അടിയിലതാ നിമിഷം, അടിയിലതാ. അവിടെ ക്ലാസ് കഴിഞ്ഞു വരാ. അപ്പൊ നിങ്ങളെങ്ങനെ നേരത്തെ ഇറങ്ങി? അപ്പൊ ഹോസ്റ്റലേഴ്സ് നേരത്തെ വിടൂല? ഇവിടെ തന്നെ സ്റ്റേ ചെയ്യും. പാവുണ്ട്. താങ്ക് യു. അല്ല, നിങ്ങൾ എന്തിന്റെ കുട്ടികളാ? ഡോക്ടറാവാൻ പഠിക്കാം. എഞ്ചിനീയർ. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഉഷാറാവട്ടെ. ഒരേപോലെടാ അല്ലേ? ഓക്കെ, ഒരേപോലെ തോന്നിയില്ല എനിക്ക്. അപ്പൊ ഇനി സമ്മന്തി കുട്ടി മോമോസ് വെച്ചോ. ചൂടുന്നുണ്ടോ? നല്ല ചൂട്. അപ്പൊ ആൾക്കാരെ അഭിപ്രായം പറയാട്ടോ. ഇതിനെന്റെ കാണികൾ മറുപടി പറയുമ്പോടാ. കാണികൾ മറുപടി പറയുമ്പോടാ ഫാഷനാണ്. ഒരു വീഡിയോ എടുക്കാൻ ഇറങ്ങിയല്ലേ, അപ്പൊ ഇങ്ങനെ ശരിയാണ്. അനുവിന്റെ ഭാഗത്ത് ശരിയാണ്. അപ്പം സൽമാൻ, ബഹുമാനപ്പെട്ട സൽമാൻ അവർകൾ വരുന്നുണ്ട്. ഊട്ടീനെ നമ്മുടെ അടുത്തേക്ക് വരാന്നാണ് പറഞ്ഞത്, പിന്നെ വന്നില്ല. അപ്പം ഞാൻ എന്തായാലും സൽമാൻ അവർകൾ നമുക്ക് ഇന്നത്തെ ബ്ലോഗിലൂടെ പരിചയപ്പെടുത്താം. ഇന്ന് കാണാം. മീൻസ് അവിടെ അടിയത്തെ ഫ്ലോറിൽ കുറെ ആൾക്കാരുണ്ട്. ഫോണും പിടിച്ചിരിക്കണേ. ബൈ ബൈ. അടാ ഗ്ലാസ് ഇപ്പൊ പൊട്ടി പോരും കേട്ടോ. മേലക്കൊക്കെ മേലേക്ക് നമ്മൾ ഓൺ റോഡ് കഴിഞ്ഞില്ലല്ലോ. ഓൺ റോഡ് അവിടെ അല്ലേ? ഓൺ റോഡ്ക്ക് പോണുള്ളൂ. എത്തണുള്ളൂ. റോഡിന് കയറി ഇങ്ങനെ പോകുന്നത്. ക്യൂട്ട് ബോയ് തന്നെ. അതിന് തന്നെ ബ്രോ. ക്യൂട്ട് ബോയ് ആവാൻ വേണ്ടിട്ട് ലൈമും കായ്പോളും മസാല കാര്യങ്ങളൊന്നും കൂട്ടൂല. ഈ ക്യൂട്ട് ബോയ് മൂട് പിടിച്ചു. ചെങ്ങായി ചൂടാണ് ചായ. അല്ല, ചായ എനിക്ക് ഇതാക്കി തരാം. ഐസ് ക്യൂബ് ഇട്ടാണ്ട് തരാം. ബ്രോന്നോ? അയ്യോ, ഇപ്പച്ചി പീഡിയത്താൾ എന്താ വിളിച്ചറിയോ? ബ്രോ ഇവിടെ വാ ബ്രോ. സമ്മന്തി എന്തെങ്കിലും കൊടുക്കും ഇപ്പച്ചിക്ക്? ഇപ്പച്ചി പായമക്കാരനാ. പൂളക്കൂട്ടാനും സമ്മന്തി അങ്ങനത്തെ കൂടാ. എന്തിൻ്റെ ഒരു സമ്മന്തി വേണ്ടി വരും. മയണൈസ് അല്ല സമ്മന്തി. നല്ല പുതിയ മൈക്കാട്ടെ നമ്മളെ നേക്കഡ് മൈക്ക് എല്ലാം മാറ്റി. വ്ളോഗിങ്ങിന്റെ ഫോണ് മാറ്റി.
വ്ളോഗിങ്ങിന്റെ മൈക്ക് മാറ്റി. പക്ഷെ ഉപയോഗിക്കാൻ എന്താണ് പറ്റിയത്? 1 മാസം മുന്നേ വാങ്ങി വെച്ചിരിക്കണല്ലോ അല്ലേ? അപ്പം എന്തായാലും ഇനി ഓൺ റോഡിൽ എത്തിയിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും. നമ്മളെ വണ്ടി, അതായത് പ്രൈവറ്റ് ബസ് കുത്തിയാണ് നമ്മളെ വണ്ടി പൗതിയാക്കി തന്നിനി. ബസ്സിൻ്റെ കാര്യത്തിൽ എല്ലാവരും കണക്കാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ നിൽക്കില്ല. പക്ഷേങ്കിൽ നമ്മളെ വണ്ടി എന്തെങ്കിലും ബസ്സാർ കുത്തിയിട്ട് ഇത്രയുള്ള എറ്റിയോസ് ഇങ്ങനെ ആക്കി തന്നിനി. അപ്പോൾ ആ എറ്റിയോസ് ഇപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ ആക്കിക്കണം. അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പോയിട്ട് സുഹൃത്തുക്കളെ, നമ്മളെ നായകൻ പിന്നെ ഫോൺ എടുത്തല്ലേ എവിടെ ഞങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഇങ്ങനെ ഇവിടെ കാണാപ്പാടം പഠിച്ചിട്ട് ചൂട് ചായ വന്നപ്പോൾ തന്നെ അടിയാ. ഇജ്ജ് എവിടെ നീ? വീട്ടില് ഇജ്ജ് ട്രിപ്പിലാണല്ലോ ഒറ്റക്ക്. സൽമാനെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണോ സൽമാന്? അവസാനത്തെ യാത്ര എവിടെയാണ് സൽമാനെ? അവസാനത്തെ യാത്ര എവിടെയാണ്? ഹായ്, എന്താ വർത്താനം? എൻട്രൻസിന് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് ഫോൺ ഉണ്ടോ? എടാ ഫോൺ കുടിക്കടാ. ഞാൻ ഈച്ചെന്നാ പോരെ? നിങ്ങൾ 3 ആളില്ലേ? അപ്പോ ഓളോ? ഓക്കെ ബ്രോ, ശരി ട്ടാ. ശരി ബൈ. അങ്ങനെ പറയല, ക്യൂട്ട് ബോയാ. പിന്നെ ഒട്ടകത്തിന് സ്ഥലം എടുത്താ ഡോന്റെയാണ്. അല്ല എവിടെ 2 ദിവസം സൽമാനെ? ഊട്ടി പോയെന്നു. അന്റെ നാട് ഊട്ടിയാ? ഊട്ടിൽ പോയെന്നു. നമ്മളൊന്ന് വിളിച്ച പോലെ സൽമാനെ. ഞാനൊക്കെ ഒരു യാത്ര പോകണുണ്ട്. അത് പറയരുതോ, ഞാൻ പറയാൻ പാടില്ല. സെറ്റാ യാത്ര പോകണമെന്നുണ്ട് എല്ലാരും വിളിക്കും. ഞാനങ്ങനല്ല, ഇവിടെ തന്നെ പറയാം. ഇത് പുതിയ വയ്ക്കാം. അപ്പൊ അവിടെ വെച്ചും പറയാം, അത്രക്കില്ല. അപ്പൊ നമ്മളെ മുന്നിൽ ഇരിക്കുന്നത് ഏറ്റവും നീചന്മാരായ 2 ആൾക്കാരാട്ടോ. തായ്ലൻഡില് നമ്മൾ ഓൾറെഡി തായ്ലൻഡിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തിനി. നമ്മള് കള്ളനായി പോയി. ഞങ്ങളെ കൊണ്ടുപോകാനുള്ള ക്ഷമല്ലാത്തതുകൊണ്ട് നേരത്തെ പോയി കണ്ട് 2 ആള് പോയി വന്നു. ആ തായ്ലൻഡ് ട്രിപ്പിൽ എന്തൊക്കെയാ സംഭവിച്ചത്, എന്തൊക്കെയാന്നുള്ളത് ഒന്നും പുറത്തുവിടുന്നില്ല. ഇവന്റെ കാര്യം ഇവനും പറയില്ല, ഇവന്റെ കാര്യം ഇവനും പറയില്ല. 2 ആള് ഒരു ലിങ്കിൽ എത്തിയിട്ട് കരാറിൽ അവിടുന്ന് കരാറിൽ എത്തിക്കണം കളി നമുക്കറിയാം. എന്നിട്ട് ഇവിടെ എത്തിയപ്പോഴേ തായ്ലൻഡ് കുഴപ്പമില്ല. സൽമാൻ പോയി വന്നിട്ട് കുഴപ്പമൊന്നുമില്ല. വെറുതെ നമുക്ക് അങ്ങനെ ആർക്കും കുഴപ്പമില്ല. കുറച്ച് സ്ട്രീറ്റ് വൈബ് ഒക്കെ ഉണ്ട്, വേറൊന്നുമില്ല. അതൊക്കെ ഏതാ റിവ്യൂ? ഹായ്, അസ്സലാമു അലൈക്കും. ഹായ് മുത്തേ. ഹായ് ഹായ്, എന്താ വർത്താനോ? എന്താ ചെറി, മാഷാ അല്ലാ. ഹായ്, എല്ലാരും പൂക്കോട്ടുമണ്ണ സ്കൂളിലോ? എത്ര ക്ലാസ്സിലാ? എന്റെ ഒക്കെ എന്താ വേണ്ടി? ചായ കുടിച്ചാലോ പ്ലീസ്? ഒരു കട്ലറ്റ്, സമൂസയും, മോമോസ്, ബർഗർ, പിസ്സ, അങ്ങനെ പറയരുത്. വന്ന സ്ഥിതിക്ക് പോകാൻ പറ്റില്ല, അതാണ് ഡീൽ. ഇതിൽ പെട്ടി ബ്ലോഗിൽ പെട്ടില്ല. നിങ്ങൾക്ക് ചായ തരാമെന്നാല് പ്രശ്നമാണ്. അവിടെ പോയി കണ്ടേ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കടികളൊക്കെ വാങ്ങിക്കാണി. ചെല്ലി വേഗം ചെല്ലി, വേഗം ചെല്ലി. ഇഷ്ടമുള്ള കടി എല്ലാവർക്കും ഒരേ ബാഗ്. ബാഗ് കൊടുക്കൂടെ സ്കൂളോ? നമ്മളും പഠിച്ചില്ല സ്കൂളിലൊക്കെ. സൽമാനെ ഓൾക്ക് എന്താ വേണ്ടി വാങ്ങിക്കൊണ്ടാ പാടില്ല. ഓ ഭയങ്കര ക്യൂട്ടും ഭയങ്കര കൈൻഡും കുട്ടികളൊക്കെ. ഹായ്. അപ്പൊ തന്നെ കുട്ടികൾക്ക് ചായ കൊടുത്തിട്ട് കാണാം. അപ്പൊ എല്ലാരും തെരഞ്ഞെടുത്തത് സാൻഡ്വിച്ച് റോൾ എന്തോ ആണ് കേട്ടോ. എന്തെടുത്ത്? സാൻഡ്വിച്ച് റോളാ? അതാ. നിങ്ങളെ സ്കൂൾ എവിടെയാണ്? പൂക്കോട്ടൂര് AUP സ്കൂള്. നിങ്ങളെല്ലാരും ഒരു നാട്ടിലുള്ളവരാ? നടന്ന പോലെ ഇൻഷാല്ലാ ഒരു ദിവസം വരണ്ട കേട്ടോ. ആ പൂക്കോട്ടൂരാണോ? ആ ഒപ്പനയും കോൽക്കളിയൊക്കെ ഉണ്ടാവല്ലേ നിങ്ങൾ ഹൈസ്കൂളുകാരും ഹയർ സെക്കൻഡറിക്കാരൊക്കെ? സൂപ്പർ അല്ലേ? നല്ലോണം പഠിച്ചോണ്ടിട്ടോ. എന്നിട്ട് വലുതായിട്ട് ഒപ്പനയും ഇതിലൊക്കെ കൂടിക്കൊണ്ടിട്ടോ കാണട്ടോ. അപ്പൊ ലൈമൊന്നും വേണ്ടേ? മുജിറ്റോ
എന്നാ കാണട്ടോ, ടാറ്റ എടുത്തോളി, ടാറ്റ. ഇന്ന് വൈകുന്നേരം കാണട്ടോ, ഇതിലുണ്ടാവും കേട്ടോ. ടാറ്റ എടുത്തോളി, എല്ലാവരും യൂട്യൂബിൽ നോക്കണ്ടോ. ബൈ. ഓൾക്ക് അയക്കണില്ല, അവളോട് അത് എടുക്കാൻ പറഞ്ഞാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഓൺ റോഡിൽ എത്തിയിരിക്കുന്നു. ആ ഇരിക്കുന്ന പോർഷെ അല്ല നമ്മൾ ഡെലിവർ ചെയ്യാൻ പോകുന്നത്, നമ്മളൊരു കുഞ്ഞ് എറ്റിയോസ്. ഓ LC ഉണ്ടല്ലോ, സീൻ സാധനം നമ്മളുടെ ഇവിടെ ഒതുക്കിയിട്ടുള്ള. ആ അതല്ല, ഹായ് അതൊക്കെ ഹായ്. എന്താ വർത്താനം? സുഖം. വണ്ടി എവിടെയാപ്പോ? കർണാടക വണ്ടിയാ? ഇത് കൺവേർട്ട് ചെയ്തതാ? ഇതേതാ മോഡലപ്പോ? ഉള്ളു മാറ്റിയാ? പക്ഷെ 13 ഇന്റീരിയർ തന്നെ നല്ല ഇന്റീരിയർ. 13 ഇന്റീരിയർ തന്നെ നല്ല ഇന്റീരിയർ. അത് LC അല്ലേ? രണ്ടും കൺവേർഷനാ? ഹലോ സർ, ഈ ഒരു ലൈനിങ് ഒക്കെ ഉണ്ടല്ലോ, അതേപോലെ ഈ ഡോർ മോൾഡിംഗ് ഒക്കെ നമ്മൾ മേക്ക് ചെയ്തിട്ടാ നമ്മള് നമ്മളെ വണ്ടി എടുത്തു. ഹായ് ഹായ് ഹായ്, എന്താ പറഞ്ഞാണോ? അന്ന് വന്നതാ, എടുക്കാൻ മാത്രമേ 15 ദിവസം ലേറ്റ് ആക്കി. ഇല്ല ഓനല്ല, ഓനതാ പോകപ്പെടുത്തിപ്പോ വയ്യ അറിയില്ലായിരുന്നു. അപ്പൊ ചോദിച്ചു വന്നിട്ടില്ല, എല്ലാം വന്നിട്ടില്ല പറഞ്ഞു. ആഫി വന്ന് ചെറിയ നേരം വന്നേ. ഇല്ലില്ലേ, ഓൻ സ്കൂളുണ്ടായി. നമ്മൾ കുറച്ച് നേരത്തെ പോരണ്ടേ. ഹായ് മാസൻട്രി, ലാസ്റ്റ് ഇറങ്ങാന്ന് വിചാരിച്ചു. എന്ത് ചെയ്യാനാ. ഹായ് ഉള്ളു കഴിയാ. ഹായ്, എന്താ പറഞ്ഞോ? ഹായ് ഹായ് ബ്രോ. ഹായ് ഹായ്. ഹായ്, ഇതിൻ്റെ ഓണോ? അതിന് മാത്രമൊക്കെ ഇപ്പൊ ഉണ്ടായിരുന്നത്. ബ്രോ LC മോഡിഫൈ ചെയ്യാൻ വന്നാണോ ബ്രോ? ആ തൂക്കിട്ടല്ലേ, അത് ഊരാ വന്ന കുറച്ച് ഞാൻ ഊരാറുണ്ട്. കംപ്ലൈന്റ് ഉണ്ടാവും. കംപ്ലൈന്റ് ഉണ്ട്. അത് ചെറിയ AC-ക്ക് ചെറിയ ഇതുണ്ട്. അപ്പം സംഭവം മാറ്റാൻ വേണ്ടി വന്നാണ് നബീലും സൽമാനും. എടുക്കാൻ വന്നാണ് ആ വണ്ടി നോക്കിമ്മ കാണിച്ചോ. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളുണ്ടായിരുന്നല്ലോ, പക്ഷെ ആരും അങ്ങനെ നിൽക്കണോണ്ട് ആരും ശ്രദ്ധിച്ചിട്ടില്ല തോന്നുന്നു. മിസ്റ്റർ ബീസ്റ്റാ? ആ മിസ്റ്റർ ബീന്റെ. അപ്പൊ എന്തായാലും നമ്മളെ വണ്ടി ഇപ്പൊ വരും. സോ നമ്മളെ വണ്ടി ആക്ച്വലി അരപ്പീസ് ആക്കി തന്നിനു കുത്തിക്കാണ്ട്. അപ്പൊ അരപ്പീസ് വണ്ടി ഇപ്പോ അല്ലേ ഫുൾ പീസ് ആയിക്കണ്. അപ്പൊ എങ്ങനെ ഉണ്ടാവും നമ്മളെ വണ്ടി എന്നുള്ളത് കാണാം. ഏത് ആ അരപ്പീസ് വ്ലോഗ് ഉണ്ടായിരുന്നല്ലോ, ഇങ്ങോട്ട് കൊടുന്ന വെച്ചേ ഇങ്ങോട്ട്. അപ്പം നമ്മള് ഇനി വണ്ടി ഡെലിവറി കാര്യങ്ങളൊക്കെ കാണാം. ഡെലിവറിക്ക് മാത്രമൊന്നുമില്ല, 2012 മോഡല്. അല്ല അത് ശരി. അപ്പച്ചി ഇങ്ങനെ ഇടക്കിടക്ക് ചോദിക്കണ്ടായി വണ്ടിയുടെ. അപ്പച്ചിന്റെ വണ്ടി എക്സൈറ്റഡ്, വണ്ടി കാണാൻ എക്സൈറ്റഡ് ആണോ? ശരിയാ. അഫീഫിന്റെ മറ്റേ റിവർ കിട്ടുകൊണ്ട് വലിയ പരിക്കില്ലാതെ ഞാൻ അങ്ങനെ കംഫർട്ടാണ്. റിവർ കിട്ടിയ ശേഷം പിന്നെ എന്നെ ഇറങ്ങിയിട്ടില്ല. ഒരു കംഫർട്ടാണ്. ഇനിയിപ്പോ വേനലാണ് വരാൻ പോവാണ്, ചൂടാണ്. അപ്പൊ ചിലപ്പോ നമുക്ക് വണ്ടി നമുക്ക് എങ്ങോട്ടേലൊക്കെ പോകണമെങ്കിൽ പിന്നെ നിങ്ങൾ 2 വണ്ടി
രണ്ടാണ് 2 റൂട്ടിന് പോകണോണ്ട് റിവർ ഇഷ്ടപ്പെട്ടു? റിവർ നന്നേ ഇഷ്ടപ്പെട്ടു, നല്ല വണ്ടിയാണ്. കംഫർട്ട് ഉണ്ട്. എന്തായാലും നല്ല കംഫർട്ടുള്ള വണ്ടിയാണത്. സ്പേസ് കാല് വെക്കണമൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നു. സ്കൂളിലേക്കുള്ള പർച്ചേസിങ് ഏറ്റവും ഞാൻ ഉപയോഗപ്പെടുത്തി. സ്കൂളിലേക്കുള്ള ചെടിച്ചട്ടി, പച്ചക്കറിന്റെ ഗ്രോ ബാഗ്. അല്ല, അപ്പൊ അതിന് നമ്മള് കർഷകരാണ്. ഒരു കർഷകർക്കും വേണ്ടി ഞാൻ അത് എന്ത് ചെയ്യുന്നു, റെക്കമെൻഡ് ചെയ്യുന്ന അത്ര ഒരു ചാക്ക് വളത്തിന്റെ ചാക്ക് എല്ലാം സൂപ്പർമാർക്കറ്റിന് കാറിന് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് കൊണ്ടുവന്നത്. അതാ പറഞ്ഞത്. ഇതുവരെ അരച്ചൊക്കെ അടക്കം വേണേ കൊണ്ടുവരാം. എത്ര കൊണ്ടുവരാം, ഇഷ്ടം പോലെ. അപ്പൊ ഇപ്പച്ചിക്ക് ഇഷ്ടപ്പെട്ട സ്കൂട്ടി ഉണ്ട്. നമ്മള് ലാസ്റ്റ് വാങ്ങിയ സ്കൂട്ടി ഇപ്പച്ചിക്ക് നല്ല റിവ്യൂ ഉണ്ടാ. വാങ്ങിക്കണം. അല്ല, ഈ റീവറിന്റെ ഡിസൈൻ ചെയ്ത ചങ്ങാതിയാണ്. ഇത് കുറച്ച് ആൾക്കാർ നമ്മളെ നാട്ടിലത്തെ ആൾക്കാരാണ്. വണ്ടി ഫുള്ള് അതിന്റെ കഥ എനിക്ക് ഫുള്ളല്ല, ഫുള്ള് മലയാളീസാണ് തോന്നുന്നു. എനിക്ക് ഫുള്ള് മലയാളീസാ. സൂപ്പർ വണ്ടിയാണ്, നല്ല രസമാണ് കാണാൻ. മനസ്സിലായി. അപ്പൊ എന്തായാലും ഗൈസ് നമ്മളെ വണ്ടി ഇപ്പൊ കിട്ടും. പാട്ടിടല്. നമ്മളെ വണ്ടി ഇപ്പൊ കിട്ടും. കിട്ടിയിട്ട് എങ്ങനെയുണ്ട് നമ്മളെ വണ്ടി, ഏത് ലുക്കിലാണ് നമ്മളെ വണ്ടി ഇറങ്ങാൻ പോകുന്നത്, വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മളെ വണ്ടി ഫുൾ സെറ്റായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പച്ചി എന്നെ കണ്ടിട്ട് എന്ത് പറയണം, അഭിപ്രായം പറയണ്ട? വരി ആയിട്ടില്ല, ഇതൊന്നല്ല വണ്ടി. അയ്യോ, ഇപ്പച്ചി ഇതിമ നോക്കിയിട്ട് വാവ് സൂപ്പർ വണ്ടി, നല്ല കാറ്. അപ്പം ഇത് നമ്മളെ പാവങ്ങളുടെ പടക്കുതിര നമ്മളെ എറ്റിയോസ് ഇവിടെ റെഡി ആയി വെച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? നമ്മളെ വണ്ടിനെയാണോ? നമ്മളെ വണ്ടി തന്നെ. നമ്പറൊക്കെ എന്ത് നമ്പർ വെക്കും. പ്ലേറ്റ് അന്ന് ബെൻഡ് ആയിട്ടില്ലേ, ഞാൻ കൊണ്ടുവരാൻ വിട്ടതാ. രസല്ലേ മൊത്തം നോക്കി നോക്കി, ബോഡി നോക്കി നോക്കി. ഇതിപ്പോ ഔദ്യ ഇപ്പം ഫുള്ളാക്കിയതാ. ഇതൊരു ബൊറോഫിൻ കോട്ടിങ്ങും ഇതൊക്കെ ചെയ്തിക്കണ്. പിന്നെ പെയിന്റ് 2012 വണ്ടിക്ക് എന്ത് കറക്റ്റ് എങ്ങനെ പോയിക്കോട്ടെ. അത്രേ ഉള്ളൂ. നല്ല രസത്തിൽ ചെയ്തില്ലേ? ഫുള്ള്, അതായത് തെളിങ്ങികളുണ്ട്. ജിംഷ അവിടെ നോക്ക്. അത് മാറ്റി. ടൈൽ ലാമ്പൊക്കെ പൊട്ടിച്ചിട്ടില്ലേനോ? ഇത് പൊട്ടി എല്ലാം പൊട്ടിയല്ലേനോ? അപ്പൊ വണ്ടി മൊത്തത്തിലൊന്ന് കാണിച്ചു തരട്ടെ എല്ലാവർക്കും. സോ ഫുള്ള് പണി കഴിപ്പിച്ച്, ബോഡി വർക്ക് മൊത്തം ചെയ്യിപ്പിച്ച്, അതുപോലെ തന്നെ ബാക്കൊക്കെ ഫുള്ള് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിൽ വന്നിട്ടാണ് ബസ് കുത്തിയത്. ഈ ടൈൽ ലാമ്പ് ഇതൊക്കെ പൊട്ടി, ഡിക്കൊക്കെ പോയിനി. ഇപ്പം രണ്ടെല്ലാം റീപ്ലേസ് ചെയ്ത് വണ്ടി. ഇനിയിപ്പോൾ വണ്ടിൻ്റെ കേസും പരിപാടികളൊക്കെ ഉണ്ടാക്കി ഇൻഷാല്ലാ വേഗം നടക്കും. അന്ന് പിന്നെ കോടതിയിൽ പോയി കണ്ട് ഞമ്മക്ക് സാറേ ഒഴിവില്ലാറല്ലേ, എന്നാ വിട്ടോളി അറിയും. ഞാൻ തന്നെ പോണോ? വണ്ടി ഓണർ തന്നെ പോണോ? ആണല്ലേ, ഷെയറായി. എന്താ പിന്നെ കേസ് അങ്ങനെ മാറ്റിയേക്കലാവും. സോ വണ്ടി മാഷാല്ലാ നല്ല ലുക്കായിട്ടാ. സൂപ്പർ വണ്ടി, സൂപ്പർ കാർ. ആ ചെക്കന്മാര് സ്കൂൾ കുട്ടികളൊക്കെ ഫുള്ള് വന്നിക്കണേ. അനാൻസ പോർച്ച വാങ്ങിക്കണ കാണാണ്ട് വന്നാണ് കേട്ടോ. അതൊക്കെ ഒരു വണ്ടി ഡെലിവറിക്കാണ് ഇത്ര ആളൊന്ന് 0.5 ആക്കിക്ക നോക്ക്. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ. ആരുടെ മോതിരം? എന്റെ മോതിരം എവിടെ? ഓന്റെ മോതിരം എവിടെ? ഇത് എന്റെ മോതിരാണ്. ഇപ്പച്ചെന്നെ വിട്ടാ ഇതൊക്കെ മാറിയോ? ഇല്ല, അതൊക്കെ പയ തന്നെ. ഓട്ടാൻ പയ പോലെ തന്നെ കേട്ടോ. എഞ്ചിനൊക്കെ മാറ്റിയോ? ഈ വണ്ടിക്ക് ശിംഷങ്ങോട്ടുവാ, ഈ വണ്ടിക്ക് വലിയൊരു കഥ പറയാനുണ്ട്. ഇത് നമ്മൾ വാങ്ങുന്നത് 2.5-3 റുപ്യ റേഞ്ചിലാണ് വണ്ടി വാങ്ങുന്നത്. വാങ്ങിയതിന് ആദ്യം 75 റുപ്യക്ക് ഒരു പണിയെടുപ്പിച്ചു പുറത്തത്തെ വർക്ക്ഷോപ്പിൽ. 75,000 റുപ്യക്ക് ഫുൾ സാധനങ്ങൾ മാറ്റി. രണ്ടാമത് ടൊയോട്ടയിൽ കയറ്റിയിട്ട് 80 സംതിങ്ങിന് ഒരു പണിയെടുപ്പിച്ചു. ഇപ്പം മൊത്തം
17180 അടുത്തൊരു പണി വരും മൊത്തം. ഇപ്പോൾ വണ്ടിക്ക് 3 വണ്ടി പണിയെടുപ്പിച്ച പൈസ 4. ഞാൻ നല്ല ഗ്രൂപ്പില് ബ്രോ ക്യാഷ് ആയിട്ടാണോ വേണ്ടേ അതോ കാർഡായിട്ടാണോ വേണ്ടേ? അപ്പൊ വണ്ടി സൗണ്ടൊക്കെ ഇടറിന്നല്ലേ 1,80,000 ബില്ലെന്ന സൗണ്ട് ഇടറും. അപ്പോൾ വണ്ടി എന്തായാലും പണി കഴിഞ്ഞു. ഇപ്പൊ ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേപ്പാ? ഫോട്ടോ എടുത്തില്ലേ? ഓക്കെ. അപ്പൊ ഇപ്പച്ചി ഹാപ്പി. കാരണം ഇപ്പച്ചി ഹാപ്പി ആവാൻ ഞാൻ ഏതറ്റം വരെയും പോകും. ഇപ്പം മീൻ ചെക്കന്മാർ ഹാപ്പി ആവാൻ ഏതറ്റം വരെ നമ്മൾ പോകട്ടാം. അതിൽ നമുക്കൊന്നും ഒരു വിഷയമല്ല. സോ നമ്മളെ വണ്ടിനി ഓടിച്ചു കൊണ്ടുപോവാം. സൽമാൻ്റെ അവിടുന്ന് ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. വലിയ ഓഫറൊക്കെ ഇട്ടീനി. സൽമാൻ അറിയണ 1-2 ഹോട്ടലുകൾ ഉണ്ട്, അവിടെ പോകണം, അങ്ങോട്ട് പോകണം, കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വെറും തിന്നാൻ വരിക. ഇന്നലെ സെയിം ഫുഡ് ആയിരുന്നു. ഇന്നലെ നഷ്ടമായി സൽമാന്. അമ്മാതിരി ഡേ ആയിരുന്നു ഇന്നലെ. എടുക്കാം അതെന്താ? ഓക്കെ. അപ്പം ഇത് കഴിഞ്ഞിട്ട് കാണാം. അപ്പം സുഹൃത്തുക്കളെ നമ്മളെ കൂടെ സൽമാനിക്കുണ്ട്. അവിടെ നിന്ന് വെച്ചുണ്ടാക്കുന്നില്ലോ സൽമാനെ? മുക്കാനല്ലേ പറഞ്ഞത്? ഹലോ ചെക്ക് അവിടെ എന്തെങ്കിലും പറഞ്ഞോ? എന്താടാ നിങ്ങളൊക്കെ കാട്ടണേ? മൈക്ക ചെക്കാൻ പറയുമ്പോ ഹലോ അവിടുന്ന് ആള് വരട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് ഭക്ഷണം കഴിക്കാൻ വന്നൊക്കെ ഉണ്ടാ. ഇപ്പച്ചിക്കും മട്ടൻ തീ ഇട്ടാണ്ട് കൊടുത്താകെ പേടിച്ചിക്കണം. ഇത് കരുത്തിന്നാണ് അതിന്. അതിന് വെക്കിപ്പാ എനിക്ക് കത്തുട്ടോ. പൊള്ളു തീയാണ്. നബീലും ഉമ്മാനെ തീയില്ലാത്തോടത്ത് കഴിച്ചിട്ടുണ്ട്. പൊള്ളുള്ള തൊട്ടോക്കിയാറുണ്ടോ? അമ്മച്ചി പോയി തൊട്ട്. അപ്പൊ ഇത് ലഹം മഷ്വി. ഇല്ല അടിച്ചോളി. എന്നോടൊന്നും സിറ്റില്ല. പാപ്പ പറഞ്ഞാലിരിക്കോളൂ. ഒന്നും തരാല്ലേ. ഞാൻ കൂട്ടുകന്നെ പോണ്. കൂട്ടുകയറിയോ? കൂട്ടുകയറാൻ വൻ മടിയനാട്ടോ. ആരോടാ അവിടെ കുരക്കണം? എന്താ ആരോടെ ശബ്ദം ഉണ്ടാക്കണേ? അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ വീട്ടിൽ വിജയകരമായി തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പം ഇവിടെ നിങ്ങൾക്കൊരു കടക്ക കാണാം. ഇത് മറ്റൊരാൾക്കുള്ള ഒരു അപ്കമിങ് ടെററിനുള്ള ഗിഫ്റ്റാണ്. അപ്പോൾ ആർക്കാണെന്നുള്ളത് നിങ്ങളെല്ലാവരും ഈ വീഡിയോൻ്റെ അടിയിൽ ഗസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ആർക്കാണ് എന്താണെന്നുള്ളത് നമ്മൾ വൈകാണ്ട് അറിയിക്കുന്നതാണ്. എന്തിനാണ്, ആർക്കാണ്, എങ്ങനെയാണ്, ഏതാണെന്നുള്ളതൊക്കെ നമ്മൾ പറയുന്നതാണ്. അപ്പം മാഷാ അല്ലാഹ് നമ്മളെ വണ്ടി വീട്ടിൽ തിരിച്ചെത്തി. ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. ഫ്രെയിമിൽ നല്ല രസമുണ്ട് കേട്ടോ വണ്ടി. സൂപ്പർ വണ്ടി മാഷാ അല്ലാഹ്. ഈ വണ്ടി ഇത്രത്തോളം ഭംഗിയിൽ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല കേട്ടോ. നല്ല എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ട വണ്ടികളിൽ പെട്ടാണ് ടൊയോട്ടയിലെ എറ്റിയോസ് ഇട്ടാ. അതായത് എറ്റിയോസ് ചെയ്യേണ്ട പോലെ പണിയെടുത്തിട്ട് വൃത്തിക്ക് വർക്ക് ചെയ്തിട്ട് ഇതിന് കൂളിങ്ങും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്ത് കൊടുക്കണം. വൃത്തിക്ക് പണിയെടുപ്പിച്ചിട്ട് നല്ല രീതിയിൽ കേക്കിട്ടാൽ കിട്ടുന്ന ഒരു ലുക്ക് ഉണ്ടല്ലോ, അത് വേറെ ഏത് വണ്ടികൾക്കും അങ്ങനെ കിട്ടലില്ല. ബ്ലാക്ക് എസ്പെഷ്യലി. മലയാളി പന്തിട്ട് ഞാൻ അവിടെ ഉണ്ടാവും. അപ്പം എന്തായാലും സുഹൃത്തുക്കളെ വണ്ടി വീട്ടിലെത്തി. ഇനി ഒരു 2 days നമുക്ക് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ കുറച്ച് പ്ലാൻസും കാര്യങ്ങളും ഇടുന്നുണ്ട്. എങ്ങോട്ടേലും പോകാനും ട്രിപ്പ് സെറ്റാക്കാനും ചെക്കന്മാരുടെ കൂടെ എങ്ങോട്ടേലും പോകാനൊക്കെ. അപ്പോൾ ഓൾക്കും എക്സാമിൻ്റെ ഒക്കെ ടൈമാണ്. എല്ലാവരും ബിസി ആകുമ്പോൾ എല്ലാവരും ഒപ്പം ബിസി ആവണ പോലത്തെ ടൈമിലാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ലൈക്ക് പാട്ട്, എൻ്റെ പാട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് പാട്ടായിട്ടും വ്ളോഗ് ഇഷ്ടപ്പെടുന്നവർക്ക് വ്ളോഗിൻ്റെ ഡിഫറെൻറ്റ് പരിപാടികളായിട്ടും ഞാൻ ഒരുക്കുന്നുണ്ട്. എനിക്കത് ചെയ്യാനുള്ള ഒരു സമയം മാത്രം കിട്ടണം എന്നുള്ളത് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ. ബട്ട് സ്റ്റിൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാലത്തിന് ശേഷം സെക്കൻഡ് ഡേയും വ്ളോഗ് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നാളെയും ഞാൻ പറ്റുകയാണെങ്കിൽ വ്ളോഗ് ഇടുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഐ ലവ് യു ഓൾ. ബൈ ബൈ.